കേരളത്തിൽ വേനൽ കനത്തതോടുകൂടി കാട്ടിലുള്ള വന്യമൃഗങ്ങളെല്ലാം തന്നെ നാട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. വെള്ളത്തിന് വേണ്ടി മാത്രമല്ല, ഭക്ഷണം വളരെ അനായാസം ലഭിക്കുന്നതിനും കൂടി വേണ്ടിയിട്ടാണ് ഈ വന്യമൃഗങ്ങൾ ഓരോന്നായി നാട്ടിലേക്ക് എത്തുന്നത്. ഈ സംഭവം നടക്കുന്നത് എറണാകുളം ജില്ലയിലുള്ള കോതമംഗലത്തിനടുത്ത ഭൂതത്താൻകെട്ട് എന്ന പ്രദേശത്താണ്. ഇവിടെ വനത്തിൽ നിന്നെത്തിയ ഒരു കൂറ്റൻ രാജവെമ്പാലയെ പിടികൂടുന്ന രംഗമാണ് നിങ്ങൾ കാണുന്നത്. പേരെടുത്ത പാമ്പ് പിടുത്തക്കാരിൽ ഒരാളായ കോതമംഗലംകാരനായ മാർട്ടിൻ മേക്കമാലിയാണ് ഈ പടുകൂറ്റൻ രാജവെമ്പാലിയെ പിടിച്ച് കൂട്ടിൽ കയറ്റുവാനായി ശ്രമിക്കുന്നത്. വനം വകുപ്പിൽ നിന്ന് പ്രത്യേക പരിശീലനം നേടിയിട്ടുള്ള ആളാണ് ഈ മാർട്ടിൻ മേക്കമാലി. എങ്കിലും ഈ രാജവെമ്പാല അദ്ദേഹം പ്രതീക്ഷിച്ചതിനേക്കാൾ കുറച്ച് വലിയ രാജവെമ്പാല തന്നെയായിരുന്നു. എങ്കിലും കഠിന പ്രയത്നത്തിലൂടെ അദ്ദേഹം അതിനെ വലയ്ക്കുള്ളിൽ ആക്കുകയാണ്. കണ്ടു നോക്കൂ, കുറച്ചധികം പാടുപെട്ടിട്ട് തന്നെയാണ് വലയ്ക്കകത്തേക്ക് ഈ രാജവെമ്പാലയെ കയറ്റുവാനായി സാധിക്കുന്നത്. അത്യന്തം വിഷമുള്ള ഒരു പാമ്പ്, ഉരകവർഗത്തിൽപ്പെട്ട പാമ്പാണ് ഈ രാജവെമ്പാല. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ രാജവെമ്പാല എന്ന് വിളിക്കുന്നത്. ഇതിന് വിഷം ചീറ്റുവാനായി സാധിക്കുന്ന ഒരിനത്തിൽപ്പെട്ട പാമ്പാണ്. അപ്പോൾ ഈ പാമ്പിൻ്റെ അടുത്തോട്ട് ചെല്ലുമ്പോൾ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. ഇത് വിഷം ചീറ്റിക്കഴിഞ്ഞാൽ, അത് നിങ്ങളുടെ കണ്ണിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മരണം സംഭവിക്കും. മരണം സംഭവിക്കുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അരമണിക്കൂറിനുള്ളിൽ തന്നെ മരണം സംഭവിക്കും. അതുകൊണ്ട് പരിശീലനമില്ലാത്ത ആരും തന്നെ ഈ രാജവെമ്പാലയുടെ അടുത്തേക്ക് പോകുവാനായി ശ്രമിക്കരുത്. ശ്രമിച്ചാൽ മരണം വരെ സംഭവിക്കും. ഇങ്ങനെ നിങ്ങളുടെ വീടിൻ്റെ പരിസരത്ത് ഈ പാമ്പിനെ, ഈ രാജവെമ്പാലയെ കണ്ടാൽ അപ്പോൾ തന്നെ വനം വകുപ്പിൽ വിവരമറിയിക്കുക.